ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ശബത്ത് ദിവസം കൂടി കാണുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു. ഇന്നത്തെ വെസ്പർ സർവീസിൻ്റെ സോങ് സർവീസിൻ്റെ ആരംഭമായി പാട്ടുപുസ്തകത്തിലെ 64-ാമത്തെ പാട്ട് പാടാം. 6-4 സർവ സൃഷ്ടികളും ഒന്നായി. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോണികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോണികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. എൻ ലംഘനങ്ങളും എന്നാകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ, എൻ ലംഘനങ്ങളും എന്നാകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. രോഗശയ്യയിലെനിക്കു സഹായകനും രാക്കാലഗീതവും അവൻ, നല്ല വൈദ്യനും ദിവ്യൌഷധവുമൻ, ആത്മസഖിയും അവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യൌഷധവുമൻ, ആത്മസഖിയും അവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. ഹായ് എന്തൊരത്ഭുതം, ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തിങ്ങുന്നേ. ഹായ് എന്തൊരത്ഭുതം, ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തിങ്ങുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. അടുത്തായി 921-ാമത്തെ പാട്ട് പാടാം. 9-2-1. ജീവിത പാതയതിൽ സഖിയായി തുണയായി പരിപാലകനായി സർവവല്ലഭനേശുവുണ്ട്. എന്നോടെന്നും വല്ലഭനേശുവുണ്ട്, സർവവല്ലഭനേശുവുണ്ട്. എന്നോടെന്നും വല്ലഭനേശുവുണ്ട്. ലോകരെല്ലാം എതിർത്താലും സ്വന്ത ബന്ധുക്കൾ പിരിഞ്ഞാലും, ലോകരെല്ലാം എതിർത്താലും സ്വന്ത ബന്ധുക്കൾ പിരിഞ്ഞാലും, സന്തതം പരിപാലിപ്പാനായി ബന്ധുവായി കൂടെയുണ്ട്. എന്നോടെന്നും വല്ലഭനേശുവുണ്ട്, സന്തതം പരിപാലിപ്പാനായി ബന്ധുവായി കൂടെയുണ്ട്. എന്നോടെന്നും വല്ലഭനേശുവുണ്ട്. എൻ ജീവിത പാതയതിൽ സഖിയായി തുണയായി പരിപാലകനായി സർവവല്ലഭനേശുവുണ്ട്. എന്നോടെന്നും വല്ലഭനേശുവുണ്ട്. ഭയം വേണ്ട തെല്ലും മനമേ, ജയജീവിതം നയിച്ചിടുകിൽ. ഭയം വേണ്ട തെല്ലും മനമേ, ജയജീവിതം നയി
നയിച്ചിടുകിൽ. പ്രിയസുതനായി നിന്നെ മാർവോടണപ്പാനായൊരു താതൻ കൂടെയുണ്ട്. നിന്നോടെന്നും വല്ലഭനേശുവുണ്ട്. പ്രിയസുതനായി നിന്നെ മാർവോടണപ്പാനായൊരു താതൻ കൂടെയുണ്ട്. നിന്നോടെന്നും വല്ലഭനേശുവുണ്ട്. എൻ ജീവിത പാതയതിൽ സഖിയായി തുണയായി പരിപാലകനായി സർവവല്ലഭനേശുവുണ്ട്. എന്നോടെന്നും വല്ലഭനേശുവുണ്ട്. സർവവല്ലഭനേശുവുണ്ട്. എന്നോടെന്നും വല്ലഭനേശുവുണ്ട്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ വിശുദ്ധ ശബദിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ച കൃപയ്ക്കായി ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു. എല്ലാവരെയും ഇന്നത്തെ വെസ്പർ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് പാസ്റ്റർ ബിനോയ് ചാക്കോ അവர்களാണ്. അദ്ദേഹം നോർത്ത് കേരള സെക്ഷൻ്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്നു. പ്രിയദാസത്തിലൂടെ ഇന്ന് രാത്രിയിൽ നല്ല ഒരു ദൈവിക സന്ദേശം കേൾക്കുവാൻ പ്രാർത്ഥനയോടെ നമുക്ക് ഈ സമയത്തായിരിക്കാം. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ദൈവം നിങ്ങളെല്ലാവരെയും പരിപാലിച്ചതിന് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഓൺലൈനായിട്ട് ഈ മീറ്റിംഗ് കാണുന്ന എല്ലാവരും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചതിനായിട്ട് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും ഒരിക്കൽ കൂടെ ഇന്നത്തെ വെസ്പർ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വെസ്പർ സർവീസിൻ്റെ തുടർച്ചയായി പാട്ടുപുസ്തകത്തിലെ 1110 പാട്ട് പാടാം. 1110. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളത് തിരുവചനം മാത്രം. ഇസ്രായേലേ ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. ഇസ്രായേലേ ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളത് തിരുവചനം മാത്രം. വയലേലകളിൽ കതിരുകളായി വിളകൊയ്യാനായി അണിചേർന്നിടാം. വയലേലകളിൽ കതിരുകളായി വിളകൊയ്യാനായി അണിചേർന്നിടാം. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാത്രം.
കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളത് തിരുവചനം മാത്രം. കണ്ണടച്ചവരൊക്കെ പ്രാർത്ഥിക്കണം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നാഥ, മനോഹരമായ വിശുദ്ധ ശബ്ദത്തിൻ്റെ ആരംഭ മണിക്കൂറിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം പിതാവേ. ഇന്ന് വചനം സംസാരിക്കുന്ന ഞങ്ങളുടെ ദാസനെ അനുഗ്രഹിക്കണം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രസംഗിക്കുമ്പോൾ പ്രിയദാസനെ നാവിലൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ആശ്വാസ വചനങ്ങളും ഒപ്പം തന്നെ ബൈബിൾ അതിൻ്റെ ആഴമേറിയ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാൻ ഉള്ള രാത്രിയായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കരായ ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും പേര് പേരായി അനുഗ്രഹിക്കണമേ പിതാവേ. എല്ലാവിധമായ നന്മ നിറക്കണം, സകല മാനവമോഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവത്തോന്നി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും മറ്റൊരു ശബ്ദത്തിൻ്റെ പ്രാരംഭ മണിക്കൂറുകളിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ ഈ വിലപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തിൻ്റെ അവസാന മണിക്കൂറുകളിലൂടെയാണ് നാം പോകുന്നത്. അതുപോലെ തന്നെ സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു വർഷം നമ്മെ പിന്നിടുമ്പോൾ ഈ ഒരു മാസം മാത്രം ഏതാണ്ട് 780 മണിക്കൂറുകളിൽ ഉള്ളിൽ നമ്മുടെ ഈ വർഷം തീരും എന്ന് നാം മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ ഭയഭക്തിയോടെ ഈ രാത്രി നമുക്കായിരിക്കാം. ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്യം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യം. തൻ്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചു. ഗുരു വന്നിട്ടുണ്ട്, അവൻ നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ വന്നു. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്തു തന്നെ ആയിരുന്നു. നമ്മുടെ കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം നേരം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. അടിയങ്ങൾക്ക് മറ്റൊരു ശബ്ദം കൂടി ദാനമായി തന്നതിനായി സ്തോത്രം. ഈ വർഷത്തിൻ്റെ അവസാനത്തെ മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ അവിടുന്ന് ഞങ്ങളോട് കാണിച്ച മഹാദയയ്ക്കായി സ്തോത്രം. ഈ രാത്രി തിരുവചനത്തിൽ കർത്താവെ, തിരുവചനത്തിലായിരിക്കുന്ന മക്കൾക്കായി സ്തോത്രം. അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഇരിക്കുന്ന പ്രിയ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. അവിടെ ഞങ്ങളോട് സംസാരിക്കണം. അടിയനെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കുമാറാകണമേ. ആമേൻ. നാം വായിച്ച വാക്യം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഞാൻ ഈ രാത്രിയിൽ സംസാരിക്കുന്ന ലാസറിനെ കുറിച്ചാണ്. ലാസറിന്റെ സഹോദരിയായിരിക്കുന്ന മാർത്ത, മറിയ, ഈ സഹോദരിമാരെ കുറിച്ചാണ് ഞാൻ ഈ രാത്രിയിൽ വായിക്കാൻ നാം ഒന്നിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അനേക പ്രസംഗങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് നല്ല ചിന്തകൾ പകരുന്ന ധാരാളം വാക്യങ്ങൾ ഈ തിരുവചനത്തിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമാണ് ലാസറിന്റെ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ബെഥാന്യയിൽ പോയതായിട്ട്, ബെഥാന്യ സന്ദർശിച്ചതായിട്ട് തിരുവചനത്തിൽ കാണുന്നുണ്ട്. അനേക ഇടങ്ങളിൽ ഏതാണ്ട് 8 പ്രാവശ്യം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് യേശു ബെഥാന്യയിൽ പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശുവിന് വളരെ സുപരിചിതമായ ഒരു ഭവനമാണിത്. ആ ബെഥാന്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബം, മാർത്ത, മറിയ, 2 സഹോദരിമാർ, അവരുടെ സഹോദരനായിരിക്കുന്ന ലാസർ. യേശുവിൻ്റെ പരസ്യ വേളകളിലൊക്കെ ഈ ഭവനവുമായി, ഈ കുടുംബവുമായും യേശുവിന് വളരെയധികം അടുപ്പമുണ്ടായിരുന്നു. അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്. കർത്താവിൻ്റെ അടുക്കൽ ഈ സഹോദരിമാർ
അവരുടെ ഏക സഹോദരനായിരിക്കുന്ന ലാസർ ദീനമായി കിടക്കുന്നെന്ന വസ്തുത യേശുവിനെ അറിയിച്ചു. അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ടാണ് കാര്യങ്ങൾ നടന്നത്. അവർ ചിന്തിച്ചതും വിചാരിച്ചതും ഒക്കെ നടന്നില്ല. പക്ഷെങ്കിൽ അവരുടെ സഹോദരൻ ദീനമായി കിടന്നു. ആ ദീനം കടുത്തു. അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വേർപെടുവാനിടയായി മാറി. യേശുവിന്റെ പ്രതികരണം ഇത്തരണത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയുമ്പോൾ യേശു പറയുന്ന ഇതാണ്: ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടണം, ദൈവത്തിന്റെ മഹത്വം. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവനാമം മഹത്വം എടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ആണ് എന്ന കാര്യം മറക്കരുത്. നാം ഈ ഭൂമിയിൽ എങ്ങനെയൊക്കെ ജീവിച്ചാലും ദൈവത്തിന്റെ നാമം നമ്മളിലൂടെ മഹത്വം എടുക്കണം. ഈ മരണത്തിലൂടെ ദൈവത്തിന്റെ നാമം എടുത്ത ചില മഹത്വത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. സകല മാനവരാശിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇതാണ് ദൈവത്തിന്റെ ഏക ഉദ്ദേശം. പുരുഷനായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, ഏത് ഭാഷക്കാരനായിക്കോട്ടെ, ഏത് പശ്ചാത്തലത്തിൽപ്പെട്ട വ്യക്തി ആയിക്കോട്ടെ, സകല മനുഷ്യരെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എന്ന് പറയുന്നത് അത് ദാസനായിക്കോട്ടെ, യജമാനനായിക്കോട്ടെ, ധനാഢ്യനായിക്കോട്ടെ, പാവപ്പെട്ടവനായിക്കോട്ടെ, ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഈ രാത്രിയിൽ അതിന് നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ശാന്തമായി നാം നമ്മെ പരിശോധിക്കേണ്ടതും ആവശ്യമാണ്. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ദീനം മരണത്തിനായിട്ടല്ല. വാസ്തവത്തിൽ അവർ ചിന്തിച്ചു അവരുടെ സഹോദരൻ മരിക്കുകയില്ല, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, വളരെ അപകടകരമായ, വളരെ സങ്കീർണമായ സാഹചര്യത്തിൽ കൂടിയാണ് ഈ നാളുകളായി താൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ യേശുവിന് അറിയാം. എന്നിട്ടും യേശു പറയാണ്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനും ദൈവത്തിന്റെ മഹത്വത്തിനുമായിട്ടത്രേ. നാം ഒരു കാര്യം ചിന്തിക്കണം. യേശു അനേക പ്രാവശ്യം സന്ദർശിച്ചിട്ടുള്ള ഒരു ഭവനമാണ് ഈ ഭവനം. യേശുവിന്റെ ശുശ്രൂഷകൾ ഈ ഭവനത്തിന്റെ മേഖലകളുമായി അല്ലെങ്കിൽ ഈ ഗ്രാമവുമായി വളരെ ചുറ്റിപ്പറ്റി നിന്ന ഒരു പശ്ചാത്തലവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് ലാസറിന്റെ വിവരം അല്ലെങ്കിൽ ലാസറിനെ കുറിച്ച് പറയുമ്പോൾ യാതൊരു സങ്കോചത്തിനും ഇടയില്ലായിരുന്നു. കർത്താവ് വരുമോ ഇല്ലയോ ഒന്നും ഇല്ലായിരുന്നു. ഈ കേട്ട മാത്രയിൽ കർത്താവ് ഓടിക്കതച്ച് അവരുടെ ഭവനത്തിലെത്തി ദീനമായി കിടക്കുന്ന സഹോദരനെ സൗഖ്യമാക്കും. ഇതായിരുന്നു അവർ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. പ്രിയ ദൈവമക്കളെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് ലാസറിന്റെ ഭവനത്തിൽ മാത്രമല്ല, യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുമായി ബന്ധപ്പെടുമ്പോൾ യൈറോസിന്റെ ഭവനത്തിൽ ഇത് തന്നെയാണ് കാണുന്നത്. പള്ളി പ്രമാണിയാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. ആ യൈറോസും തന്റെ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിലായിരിക്കുന്നു എന്ന് യേശുവിന്റെ അടുക്കലേക്ക് വർത്തമാനം അയച്ചു. പക്ഷെ യേശു അവിടെ ചെല്ലുന്നതിന് മുമ്പേ ആ കുഞ്ഞ് മരിച്ചുപോയി. അല്പം പോലും നിരാശപ്പെടാതെ, അല്പം പോലും പ്രതിഷേധമില്ലാതെ, കർത്താവെ, ഗുരുവിനെ അസഹ്യപ്പെടുത്തുന്നത് എന്തിന്? കർത്താവ് ആ സമയത്തും അവരോട് പറയുന്നത് വിശ്വസിക്കുക മാത്രം ചെയ്യാം. ഈ 2022 അവസാന മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. 2022 തുടക്കം ഒരുപക്ഷെങ്കിൽ ശുഭകരമായി നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയി കാണും. പല പ്രതീക്ഷകളും ഒക്കെ തകർന്നടിഞ്ഞു എന്ന് നമുക്ക് തോന്നിയേക്കാം. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് വളരെ വിശ്വസ്തയോടെ നിന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തിട്ട്, ഞാൻ ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി നിലകൊള്ളവേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികൾ കാണാം. പക്ഷെങ്കിൽ ഈ രാത്രിയിൽ ദൈവമക്കളെ, ഞാനൊരു കാര്യം ശാന്തമായി പറയട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും നാം അതിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ചിന്തിക്കാത്ത നിലയിൽ അല്ലെങ്കിൽ നാം വിചാരിക്കാത്ത നിലയിൽ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെങ്കിൽ മാറി മറിഞ്ഞേക്കാം. നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്ന് വരാം. നാം പ്രതീക്ഷിച്ചതും പ്രത്യാശിച്ചതിനും ഒക്കെ ഭംഗം സംഭവിച്ചെന്ന് നമുക്ക് തോന്നിയേക്കാം.
പക്ഷെങ്കിൽ ശുഭകരമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മഹത്വത്തെ കാത്തിരുന്ന് കാണുവാൻ തക്കവണ്ണം നമുക്ക് ഒരു ആത്മീയ പക്വത ഉണ്ടാകണം. ആ നിലവാരത്തിലേക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ പശ്ചാത്തലം നമ്മെ മനസ്സിലാക്കുന്നത്. അവര് കർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയോടാണ് ഈ വിവരം പറഞ്ഞിരിക്കുന്നത്. ഈ പറയപ്പെട്ട വ്യക്തി കർത്താവിനോടാണ് എങ്കിൽ കർത്താവിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരുവനാണ് മരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ വേഗത്തിൽ യേശു വന്ന് ഈ ലാസറിനെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും എന്നൊക്കെയാണ് അവർ ചിന്തിച്ചിരുന്നത്. പക്ഷെങ്കിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടന്നില്ല. അതിന് നേരെ ഘടകവിരുദ്ധമായി കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നാം അതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്? അത് ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ, ദൈവഹിതമാണെങ്കിൽ, ദൈവത്തിന് ആ നിലകളിൽ എന്നെക്കുറിച്ചൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന് നാം പറഞ്ഞ് സമാശ്വാസം കൊള്ളുകയാണ് വേണ്ടത്. ആ ഒരു നിലയിലേക്ക് നാം വരണമെന്ന് ഈ രാത്രിയിൽ മനസ്സിലാക്കണം. നമ്മുടെ ഉയർച്ചയായാലും താഴ്ചയായാലും, ഏത് പ്രതികൂലങ്ങളുടെ നടുവിലായാലും, ഏത് പ്രതിസന്ധികളുടെ മുഖത്തായാലും ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിപ്പിടിക്കുക. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സകല മനുഷ്യനെ കുറിച്ചും, പ്രത്യേകിച്ച് ഒരു ദൈവപൈതൽ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ദൈവവേലക്കാരൻ എന്ന നിലയ്ക്ക്, ദൈവത്തിന്റെ അഭിഷക്തൻ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത് എത്രയധികം ചെയ്യുവാൻ നാം പ്രതിജ്ഞാബദ്ധരാണ് എന്ന കാര്യം ഈ രാത്രിയിൽ മറക്കരുത്. ഒന്ന്, ദൈവപുത്രൻ മഹത്വപ്പെടണം. ലാസറിന്റെ മരണം, ഈ മരണത്തിലൂടെ നാം ചിന്തിക്കുന്ന 6 കൂട്ടം കാര്യങ്ങളാണ്. ഒന്ന്, ദൈവപുത്രൻ മഹത്വപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഒരുപക്ഷെങ്കിൽ ആ ദൈവത്തിന് മഹത്വം കരയറ്റി അനേക ദൈവഭക്തന്മാർ ഈ ലോകം വിട്ട് കാലയവനിക്കുള്ളിലേക്ക് മറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ കൂടെ ദീർഘനാളുകൾ വിശ്വസ്തരായി കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ ഒക്കെ ചരിത്രം നമുക്കറിയാം. വളരെ പരിതാപകരമായ ഒരു പര്യവസാനം. എല്ലാം വിട്ട് കർത്താവിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ച ശിഷ്യന്മാർ 10 മടങ്ങ് നേടിയവരായിരുന്നില്ല. അല്ലെങ്കിൽ അവര് എല്ലാം ഉപേക്ഷിച്ചെങ്കിൽ 10 മടങ്ങ് അവർക്ക് ലഭിച്ചു എന്ന് ലോകത്തെ കാണിക്കാൻ അവർക്കൊന്നുമില്ലായിരുന്നു. അവര് സമ്പന്നന്മാരായി മാറിയില്ല. അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടിയെന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ, അല്ലെങ്കിൽ ലോകത്തിനത് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അവരുടെ പശ്ചാത്തലം അത്ര ഗംഭീരമായിരുന്നില്ല. മറിച്ച് വാളിന് അവരുടെ കഴുത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും, അല്ലെങ്കിൽ അവരെ ക്രൂശിൽ തറച്ച് കൊല്ലുമ്പോഴും, അല്ലെങ്കിൽ അവരെ ജീവനോടെ ചുട്ടുകരിക്കുമ്പോഴും അവരുടെ ശരീരത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ അധരങ്ങളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കുന്ന ആ സ്തോത്രങ്ങൾ ബഹിർഗമിക്കുകയായിരുന്നു എന്നാണ് നാം പലപ്പോഴും കാണുന്നത്. ഇതാണ് ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. ലാസർ മരിച്ചു. വളരെ ശോകമുഖമായിരിക്കുന്ന അന്തരീക്ഷം. അനേകര് ഈ സഹോദരിമാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്നു. കാരണം അതൊരു സിമ്പതിയുടെ പുറത്തായിരിക്കാം. കാരണം ഈ 2 സഹോദരിമാർക്ക് താങ്ങും തണലുമായി നിന്ന ഏക സഹോദരനാണ് ലാസർ മരിച്ചു. ഇനി ആ സഹോദരിമാരുടെ കാര്യം, അവര് കുടുംബസ്ഥരല്ല, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ കുറിച്ച് അവിടെ പറയുന്നില്ല. അവർക്ക് ആ സമൂഹത്തിൽ എത്രമാത്രം സ്വാധീനമുണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്രമാത്രം അവര് മറ്റുള്ളവരുടെ മുമ്പിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നൊന്നും അവിടെ പറയുന്നില്ല. പക്ഷെങ്കിൽ അവർ തികച്ചും ദുഃഖിതരായി തീർന്നിരിക്കുന്ന ഒരു കുടുംബം. അനേക യഹൂദന്മാർ, സമീപത്തുള്ള ഭവനങ്ങളിലെ വ്യക്തികൾ അവരുടെ കുടുംബത്തിൽ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുകയാണ്. അവരോട് ചോദിച്ചു കാണും, കൂടെ നിങ്ങളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന, നിങ്ങളുടെ ഭവനത്തിൽ വരുന്ന ആ നസ്രയനായിരിക്കുന്ന യേശുവിനെ കണ്ടില്ലല്ലോ, നിങ്ങൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞതല്ലേ, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സംഭവം അറിയാമായിരുന്നല്ലോ, നിങ്ങളുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തിയ വ്യക്തിയല്ലേ എന്തിയെ നിങ്ങളുടെ യേശു? അവർക്ക് വളരെ വിഷമമുണ്ട്. ഞങ്ങളുടെ ഓരോ പശ്ചാത്തലവും നല്ലവണ്ണം അറിയാവുന്ന യേശു, ഞങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ നല്ലവണ്ണം മനസ്സിലാക്കിയിരിക്കുന്ന യേശു, എന്തുകൊണ്ട് ഈ ഒരു സംഭവം ഞങ്ങൾ അറിയിച്ചിട്ടും ഞങ്ങളുടെ സഹോദരൻ മരിക്കുന്നതിന് മുമ്പേ വരാൻ
സാധിക്കാതെ പോയല്ലോ, എന്തുകൊണ്ട് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു എന്നുള്ള ഒരു തരം പ്രതിഷേധം ഒരുപക്ഷെങ്കിൽ ഈ സഹോദരിമാരുടെ ജീവിതത്തിൽ കാണാം. ആ പ്രതിഷേധത്തെ ആളി കത്തിക്കുവാൻ, അല്ലെങ്കിൽ അതിനെ പർവ്വതീകരിക്കുവാൻ, അതിനെ പ്രശ്നവൽക്കരിക്കുവാൻ തക്കവണ്ണം ഒരു കൂട്ടം ജനങ്ങളും അവിടെ ഉണ്ട്. ഒരു ദിവസം കഴിഞ്ഞു, നേരം സന്ധ്യയാകുന്നു. ഈ ഭൗതിക ശരീരം കബറടയ്ക്കേണ്ട സമയമായി. ആ പശ്ചാത്തലം അനുസരിച്ച് അവരെ ആ കർമ്മങ്ങൾ വളരെ ഭംഗിയായി ചെയ്തു. എങ്കിലും ആ ഭവനം വളരെ ശോകമുഖമായിരിക്കുകയാണ്. ലാസറിനെ അതേ കല്ലറയിൽ അടക്കിക്കഴിഞ്ഞു. ഈ സഹോദരിമാരുടെ ഭവനത്തിലെ ദുഃഖത്തിലിരിക്കുന്ന ഇവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി സമൂഹത്തിലെ നാനാ തുറകളിൽ നിന്ന് അനേകര് ഇവരെ കുറിച്ച് അറിയാവുന്ന പലരും കണ്ടും കേട്ടും ഒക്കെ ഈ ഭവനത്തിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടിയല്ല, പക്ഷേ മരണം നടന്ന വീട്ടിൽ സമയത്തിലും അസമയത്തിലും യേശു എത്തിയില്ല എന്നൊരു പ്രയാസം അവർക്കുണ്ട്. ദീനമായി കിടന്നപ്പോൾ യേശു വന്നില്ല, മരിച്ചു കഴിഞ്ഞിട്ടും യേശു വന്നില്ല. അദ്ദേഹത്തിനെ കബറടക്കി കഴിഞ്ഞു, പക്ഷെങ്കിൽ യേശു വന്നില്ല. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. അപ്പോഴും ആ കുടുംബത്തിൽ ചില യഹൂദന്മാരും ചിലരുമൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ചിലർ യേശു വരുമോ ഇല്ലയോ എന്ന് കാണാം, അല്ലെങ്കിൽ യേശു വന്നാൽ യേശുവിനോട് 2 എണ്ണം പറയാം. ചിലര് യേശുവിനെ ഒന്ന് ചോദ്യം ചെയ്യാം. ഈ നിലകളിലാണ് ജനങ്ങൾ അവിടെ തിങ്ങിക്കൂടി നിൽക്കുന്നത്. അവിടെ തിങ്ങിക്കൂടി നിൽക്കുന്ന ആ നിലയിലാണ്. 4-ാമത്തെ ദിവസമാണ് യേശു വരുന്നത്. പശ്ചാത്തലം നമുക്കറിയാം. ആ സമയത്ത് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നമുക്ക് ലാസറിന്റെ ഭവനത്തിലേക്ക് പോകാം. ശിഷ്യന്മാർക്ക് ഒരുപക്ഷെങ്കില് ഉള്ളിൽ വളരെ വിരോധാഭാസമായി തോന്നിക്കാണും യേശുവിന്റെ ചിന്ത. കാരണം യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ നടക്കുന്നെങ്കിലും അവര് യേശുവിനെ വേണ്ടത്ര പോലെ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് നാം കാണുന്നത്. വേണമെങ്കിൽ നമുക്ക് ആ ഭാഗം നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 15-ാമത്തെ വാക്യം. ലാസർ മരിച്ചു പോയി, ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ചു സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. ലാസറിന്റെ ദീനത്തെ കേട്ട നാൾ മുതൽ യേശുവിന് ആ കുടുംബത്തെ കുറിച്ച് സ്നേഹമുണ്ട്. യേശു മറന്നുപോയതല്ല, യേശു അവരെ അവഗണിക്കുകയായിരുന്നില്ല. യേശുവിന് ഒരുപാട് കാര്യങ്ങൾ യേശു ദൈവനാമ മഹത്വത്തിനായി ചെയ്യുവാനാണ് താൻ ഈ ഭൂമിയിലായിരിക്കുന്നത് എന്ന് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തണം, സമൂഹത്തെ ബോധ്യപ്പെടുത്തണം, ലോകത്തോട് ഇത് വിളിച്ചു പറയണം. ലാസറിന്റെ ഭവനത്തിലും ഒരു ദൈവിക മഹത്വം വെളിപ്പെടണം. ഇതായിരുന്നു യേശുവിന്റെ ഉദ്ദേശം. പക്ഷെങ്കിൽ ഇതിനെക്കുറിച്ച് ലാസറിന് സഹോദരിമാർക്ക് അറിയത്തില്ല, യേശുവിന്റെ ശിഷ്യന്മാർക്ക് അറിയത്തില്ല, യേശുവിനെ അനുധാവനം ചെയ്യുന്നവർക്ക് അറിയത്തില്ല, ആ നാട്ടുകാർക്ക് അറിയത്തില്ല. പക്ഷെങ്കിൽ യേശുവിന് തന്നെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് യേശുവിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം ആ പദ്ധതിയും നമുക്കറിയാത്തത് കൊണ്ട് ദൈവം നമ്മെ കൈവിട്ടു എന്നല്ല നാം മനസ്സിലാക്കേണ്ടത്. നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നാം അതാണ് പലപ്പോഴും മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എന്ന് തോന്നിയേക്കാം, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസ്തരായി നിൽക്കാൻ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെക്കാൾ തള്ളപ്പെട്ടു പോയി എന്ന ചിന്ത നമ്മെ ഭരിച്ചേക്കാം. പക്ഷെ അതിന്റെ നടുവിൽ നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കണം. അവന്റെ കാര്യം കുറുതായിട്ടില്ല, അവന്റെ കാത് മന്ദമായിട്ടില്ല എന്ന് ചിന്തിച്ച ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുകയാണ് നാം ചെയ്യേണ്ടതെന്ന കാര്യം ഈ രാത്രി മറക്കരുത്. സങ്കീർത്തനക്കാരൻ എന്താണ് പറയുന്നത്? 139-ാം സങ്കീർത്തനം വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. മനുഷ്യനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണനെ കണ്ടു, ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ നീ എന്നെ കുറിച്ച് നിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നമ്മുടെ നിരൂപണം ദൂരത്തു നിന്നറിയുന്ന ദൈവം അറിയാത്ത ഒരു വാക്കും ദൈവം അറിയാത്ത ഒരു ചിന്തയും എന്റെയും നിങ്ങളുടെ മനോമുഖരങ്ങളിൽ ഉരുത്തിരിയുന്നില്ല എന്ന കാര്യം ഈ രാത്രിയിൽ മറക്കരുത്. പ്രിയ ദൈവമക്കളെ, നാം ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത്, നാം വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത്, നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുകയെ
അറിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാൻ നിങ്ങൾ വന്നു നിൽക്കുന്നത് എന്ന കാര്യം ഈ രാത്രിയിൽ മറന്നു പോകരുത്. വളരെ ദുഃഖം, വളരെ വേദന നിറഞ്ഞിരിക്കുന്ന ഒരു ഭവനാന്തരീക്ഷം. അവന്റെ ഏക സഹോദരൻ മരിച്ച് അവനെ ഉയർപ്പിക്കുവാൻ മരിച്ചതിന്റെ ആ ദിവസം യേശു വന്നില്ല. കല്ലറയിൽ അടക്കി കഴിഞ്ഞു. അവന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഇനിയൊരു സാധ്യതയുമില്ല എന്ന് ചിന്തിച്ച് എല്ലാം എഴുതിത്തള്ളി ഹൃദയം കഠിനപ്പെട്ട് ഒരുപിടി പ്രതിഷേധാത്മകമായ നിലപാടിൽ അവൻ ഉറച്ചിരിക്കുമ്പോഴാണ് യേശു 4-ാമത്തെ ദിവസം അവിടെ ചെല്ലുന്നത്. യേശു പറയുന്നത് എന്താണ് ശിഷ്യന്മാരോട്? ലാസർ ദീനമായി കിടന്നപ്പോൾ ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട്, ലാസർ മരിച്ചപ്പോൾ ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. നമ്മളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കത് ദുഃഖമായി തോന്നിയാലും കർത്താവ്, നമ്മുടെ വേദനകളെ അറിയുന്ന കർത്താവിന് അത് ദുഃഖമല്ല. ആ ദുഃഖത്തിന്റെ പര്യവസാനം ഒരു വലിയ സന്തോഷമായി മാറും എന്നുള്ളത് കൊണ്ട് യേശു പറഞ്ഞ് ഞാൻ നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നു. കർത്താവ് ഈ ലാസറിന്റെ മരണം, ഒന്ന്, ദൈവനാമ മഹത്വം എടുക്കണം. 2, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും, നാം എവിടെയൊക്കെ പോയാലും, നാം എത്ര കാലം ഭൂമിയിൽ ജീവിച്ചാലും നാം ചെയ്യുന്നത് ദൈവത്തിന് നാമ മഹത്വത്തിനായിരിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 3, കർത്താവ് പറയുന്നത് ശിഷ്യന്മാർ എന്നിൽ വിശ്വസിപ്പാനിടയാകുമല്ലോ. കർത്താവ് ശിഷ്യന്മാരോടാണ് പറയുന്നത്. ദിദിമോസും തോമസിനോടാണ് പറയുന്നത്. നാം അവനോട് കൂടെ പോകുന്നു. റബി, ശിഷ്യന്മാർ, 8-ാമത്തെ വാക്യം, ശിഷ്യന്മാർ, റബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചു, പിന്നെ നീ അവിടേക്ക് പോകുന്നുവോ? യഹൂദയിലേക്ക് യേശു പോവുകയാണ്. അപ്പോഴും യേശുവിന് അതൊന്നും വിഷയമല്ല. ഒരുപാട് തിക്താനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മേഖലയിലേക്കാണ് തങ്ങൾ വീണ്ടും പോകുന്നത്. പക്ഷെങ്കിൽ യേശുവിന് അത് വിഷയമല്ല. യേശു പറയുന്നു, നിങ്ങൾ എന്നിൽ വിശ്വസിപ്പാനിടയാകുമല്ലോ. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, കർത്താവിന്റെ കൂടെ 3.5 വർഷക്കാലം നടന്ന ശിഷ്യന്മാരോടാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നിൽ വിശ്വസിപ്പാൻ ഈ ഇൻസിഡന്റ്, ഈ അൺഎക്സ്പെക്റ്റഡായി സംഭവിച്ച മരണം ഒരു കാരണമായി മാറും. നമ്മൾ എത്രത്തോളം കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട് ഈ രാത്രിയിൽ? കൊറോണ വൈറസ് കാലത്ത് ഒരുപാട് പേർ ലോകത്തിന്റെ ഭൂമുഖത്ത് നിന്ന് അതേ മരണത്തിലൂടെ വാങ്ങിപ്പോയത് നാം കണ്ടു കഴിഞ്ഞതാണ്. മനുഷ്യന്റെ പ്രതീക്ഷകളൊക്കെ പകർന്നടിഞ്ഞ സമയമാണ്. ഏത് മനുഷ്യനും വെറും നിസ്സാരനാണ് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ, നിലവാരത്തിലേക്ക് ലോകരാഷ്ട്രങ്ങൾ അത് കടന്നു വന്ന സംഭവം നമുക്കറിയാം. പക്ഷെങ്കിൽ എത്ര സമാധാനപരമായ ഒരു വർഷം നമ്മെ വിട്ട് പിന്നിടുവാൻ പോവുകയാണ്. നമുക്ക് എത്രത്തോളം കർത്താവിൽ വിശ്വസിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്? ചില കടഭാരങ്ങളായിക്കോട്ടെ, ചില വേദനകളായിക്കോട്ടെ, ചില ദുഃഖങ്ങളായിക്കോട്ടെ, സാമ്പത്തിക തകർച്ചയായിക്കോട്ടെ, ജപ്തി നടപടി നേരിടുന്ന അവസ്ഥയിലായിക്കോട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രൊമോഷൻ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സാലറി തടഞ്ഞു വെക്കുന്ന അവസ്ഥയിലായിക്കോട്ടെ, വിദേശ രാജ്യങ്ങളിലായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ അത് ജോലിക്ക് വേണ്ടി ജോലി ഒരു ആശങ്കയുടെ വക്കിലെത്തി നിൽക്കുന്ന അവസ്ഥയിലായിക്കോട്ടെ, നമ്മൾ കർത്താവിൽ വിശ്വസിപ്പാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളെ വിചാരിച്ച് ഞാൻ സന്തോഷിക്കുന്നു എന്നാണ് യേശു പറയുന്നത്. 4-ാമത്തെ നാം കാണുന്നത് കർത്താവോട് ചെല്ലുന്ന 4-ാമത്തെ ദിവസമാണ്. കല്ലറയിൽ വെച്ചു. കർത്താവ് വരുമെന്നറിഞ്ഞു അവര് ഓടിച്ചെല്ലുകയാണ്. നമുക്ക് നോക്കാം പശ്ചാത്തലം. കർത്താവ് ലാസറിനെ ദീനമായി കിടക്കുന്ന കേട്ടാറെ താൻ അന്നിരുന്ന സ്ഥലത്ത് 2 ദിവസം വീണ്ടും സ്പെൻഡ് ചെയ്തു. വീണ്ടും അധികമായി യേശു തിടുക്കം കാണിച്ചങ്ങോട്ട് പോയില്ല എന്നാണ് നാം കാണുന്നത്. യേശു അവിടെ എത്തിയപ്പോൾ 17-ാമത്തെ വാക്യം, യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി. എല്ലാ പ്രതീക്ഷകളും തകർന്നു. ലാസറിന്റെ ശരീരത്തിൽ നിന്ന് ചൂട് നഷ്ടപ്പെടുന്നതിന് മുമ്പ് യേശു വന്നിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരുന്നു. ലാസറിനെ കല്ലറയിൽ വെക്കുന്നതിന് മുമ്പ് യേശു വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷെങ്കിൽ യേശുവിന് സാധിക്കുമായിരുന്നു. പക്ഷെങ്കിൽ കല്ലറയിൽ വെച്ച് 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 4 ദിവസമായി എന്ന് യേശു അറിഞ്ഞു. ബെഥാന്യ യെരുശലേമിന് ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. യേശു അത്ര ദൂരെയുമല്ലായിരുന്നു. മാർത്തയും മറിയയും
സഹോദരനെ കുറിച്ച് മാർത്തിയെയും മറിയെയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു കാണും. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടികൾ വ്യത്യസ്തമായ നിലയിലായിരിക്കാം. പക്ഷെങ്കിൽ യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയയോ വീട്ടിൽ ഇരുന്നു. യേശുവിനോട് വളരെ പ്രതിഷേധാത്മകമായ നിലപാടിൽ മറിയ ഉറച്ചു നിൽക്കുക. പക്ഷെ മാർത്ത ഓടിച്ചെന്നു. ഒരുപക്ഷെങ്കിൽ മാർത്ത മൂത്ത സഹോദരിയായിരിക്കാം. കൊച്ചു സഹോദരിയേക്കാൾ പക്വതയോടെ കാര്യങ്ങൾ ചിന്തിക്കാനൊക്കെ അവൾക്ക് കഴിഞ്ഞു കാണും. പക്ഷെങ്കിൽ അവൾ യേശുവിന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുന്നു. നാം ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായത്തിൽ 38-ാമത്തെ വാക്യം മുതൽ ഈ സംഭവം ഈ കുടുംബത്തെ സംബന്ധിക്കുന്ന പശ്ചാത്തലം ഇവിടെ കാണുന്നുണ്ട്. യേശുവിനെ മാർത്തയാണ് വീട്ടിൽ എതിരേറ്റത്. വളരെ സമചിത്തതയോടെ ആ ദുഃഖത്തെയൊക്കെ കടിച്ചമർത്തി യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന മറിയെ നമ്മൾ കാണുന്നില്ല. പക്ഷെങ്കിൽ മാർത്തയെ കാണുന്നുണ്ട്. മാർത്ത യേശുവിന്റെ അടുക്കൽ ചെന്നു. യേശുവിനോട് പറയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പക്ഷെങ്കിൽ നീ എന്തേ വരാത്തത്? നീ എന്തേ വരാൻ വൈകിയത്? ഞങ്ങൾ നിന്നെ കുറിച്ച് അങ്ങനെയല്ലായിരുന്നല്ലോ വിചാരിച്ചത്. എത്രയോ പ്രാവശ്യം അങ്ങ് ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. അങ്ങേക്ക് അറിയാമായിരുന്നു, അങ്ങേക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനായിരുന്നു പ്രിയ ലാസർ. പക്ഷേ എന്തേ അങ്ങ് വരാൻ വൈകിയത്? ഇത്യാദി ചോദ്യങ്ങൾ ചോദിച്ചു കാണും. പക്ഷേ മാർത്ത അല്പം പോലും നിരാശയ്ക്ക് വക നൽകാതെ അവള് വളരെ ധൈര്യത്തോടെ പറയാണ്, ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. പക്ഷേ എൻ്റെ ചിന്ത, കർത്താവെ, വൈകിപ്പോയി, 4 ദിവസമായി. പക്ഷേ എങ്കിലും ഞാൻ ഒന്നറിയുന്നു, ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് യാചിച്ചാലും നൽകിത്തരും. പ്രിയ ദൈവമക്കളെ, ഈ കുടുംബത്തെ വിശ്വാസത്തിൽ ഉറപ്പിക്കണം. ഇവർ ദൈവത്തിന്റെ മഹത്വം ദർശിക്കണം. കേവലം നാമമാത്രക്കാരായി, കേവലം ഒരു അഡ്വന്റിസ്റ്റുകാരായി, ഒരു ശബദാനുഷ്ഠാനക്കാരനായി തീരാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ഒരു ലേബലിൽ ഇങ്ങനെ നിന്ന് മുന്നോട്ട് പോകുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന കാര്യം ഈ രാത്രി നാം മറന്നു പോകല്ലോ. പലർക്കും കർത്താവിന്റെ പേര് മാത്രം മതി. നാം കാണുന്നുണ്ട്, അന്നാളിൽ 7 പേർ യഹൂദന വസ്ത്രത്തിന്റെ അറ്റം പിടിച്ചുകൊണ്ട്, നിന്റെ പേർ മാത്രം ഞങ്ങൾക്ക് മതി, ഞങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ജീവിച്ചോളാം. അങ്ങനെ ഒരു നാമമാത്രമായ ജീവിതമല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന. കാലം വളരെ അവസാന സമയങ്ങളിലാണ് എത്തി നിൽക്കുന്നത്. നാം വളരെ ശക്തിയോടെ, നാം വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കേണ്ട സമയമായി. കേവലം പ്രിയ ദൈവമക്കളെ, നാം ആരാണ്? പലപ്പോഴും നാം ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ കഴിയാത്ത, നമ്മുടെ ഉപദേശം എന്താണ്, നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്, നമ്മുടെ വിശ്വാസത്തിന്റെ കാതലായ ഭാഗം എന്താണ് എന്ന് പലർക്കും അറിയത്തില്ല. നമ്മൾ ഒന്നിച്ച് നമ്മുടെ കൂടെ പാർക്കുന്നവരുണ്ട്, പക്ഷെ അവർക്കറിയത്തില്ല നാം ആരാണെന്ന്. ഇന്ന് നമ്മുടെ സഹോദരങ്ങൾക്കറിയത്തില്ല നാം ആരാണെന്ന്. നമ്മുടെ നിലപാട് എന്തൊക്കെയാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ നിലവാരം എന്താണ്, നാം എന്തിനെയാണ് പ്രതീക്ഷിക്കുന്നത്, നാം ആരെയാണ് പ്രതിദാനം ചെയ്യുന്നത്, ഇത്യാദി കാര്യങ്ങൾ ശരിയായ വണ്ണം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പോലും അറിയത്തില്ല. ഒരുപക്ഷെങ്കിൽ മക്കൾക്ക് പോലും അറിയത്തില്ല മാതാപിതാക്കളുടെ വിശ്വാസത്തിന്റെ ശരിയായ കാതൽ. ആ പരിതാപകരമായ ഒരു അവസ്ഥയിലാണോ നാം നിൽക്കുന്നത്? അതുകൊണ്ട് മക്കളോട് കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയുന്നില്ല. നമ്മുടെ വിശ്വാസം ഇന്നതാണ് മക്കളെ. നമ്മുടെ സഭയുടെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ പ്രമാണത്തിന്റെ ആ ഏറ്റുപറച്ചിൽ ഈ നിലകളിലാണ് എന്ന് പറയാൻ നമുക്കറിയത്തില്ല. കർത്താവിനോട് പറയാണ്, കർത്താവേ, നീ എന്ത് യാചിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. കർത്താവ് മാർത്തിയോട് പറയുമ്പോൾ നമുക്ക് അറിയാം, യേശുവോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ നിന്റെ സഹോദരനെ ജീവനുള്ളവനായി തിരിച്ച് നിന്നെ ഞാൻ ഏൽപ്പിക്കാൻ പോകുകയാണ്. ആ അർത്ഥത്തിലാണ് യേശു പറയുന്നത്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. മാർത്ത പറയാണ്, യെസ് കർത്താവേ, എനിക്കറിയാം. അവൻ ഒടുക്കത്തെ നാളിൽ പലപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം ദർശിക്കുവാൻ കഴിയാതെ
ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാൻ കഴിയാതെ, ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന, ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ പലപ്പോഴും അറിയാത്തത് കൊണ്ട് ദൈവം ഇനിയും ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ അവിശ്വസ്തനാണ്, അല്ലെങ്കിൽ ദൈവം വിശ്വസ്തനല്ല എന്ന ചിന്തയിലാണ് പലരും ജീവിതം മുന്നോട്ട് പോകുന്നത്. അന്ന് ദൈവം അങ്ങനെയൊക്കെ ചെയ്തു. അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇന്ന് ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന് പ്രാഗൽഭ്യമില്ല, ദൈവത്തിന് കഴിയുന്നില്ല എന്ന ധ്വനിയാണ് പലരുടെയും വിശ്വാസത്തിൽ പ്രതിധ്വനിക്കുന്നത്. പലരുടെയും അത് പ്രത്യാശയിൽ അതാണ് പലപ്പോഴും സ്ഫുരിക്കുന്നതായി കാണുന്നത്. ശാന്തമായി ചിന്തിക്കൂ. നമ്മുടെ സംശയം, നമ്മുടെ ചിന്തകൾ നമ്മെ ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് ഈ വലിയ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കഴിയുകയില്ല എന്ന ഒരു ചിന്തയിലാണോ നാം മുന്നോട്ട് പോകുന്നത്? ശാന്തമായി ചിന്തിക്കണം പ്രിയ ദൈവമക്കളെ. നാം ഇവിടെ നാലാമത് കാണുന്നത്, ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും എന്ന് അവൾ അറിയണമായിരുന്നു. ഒരുപക്ഷെങ്കിൽ യേശു പലരെ ഉയർപ്പിച്ചിട്ടുണ്ട് തിരുവചനത്തിൽ. ഈ സംഭവത്തെക്കുറിച്ച് ഒരുപക്ഷെ മാർത്തയ്ക്കും മറിയയ്ക്കും അറിയണമെന്നില്ല. ഒരുപക്ഷെങ്കിൽ അവരെ കണ്ടിട്ടില്ലായിരിക്കാം, അവർ കേട്ടിട്ടില്ലായിരിക്കാം. പക്ഷെങ്കിൽ യേശു പറയുകയാണ്, ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ജീവന്റെ ദാതാവിന്റെ മുമ്പിൽ ജീവൻ അറ്റുകിടക്കുന്ന, അല്ലെങ്കിൽ ജീവൻ നിലച്ചുപോയ, അതേ നാറ്റം വെച്ചു തുടങ്ങിയ ഒരു സഹോദരന് വേണ്ടി അതേ ദൈവത്തോട് യാചിക്കുന്ന ഒരു സഹോദരിയോട് യേശു പറയാണ്, ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മെ ഇതുവരെയും നടത്തിയ ദൈവം നമ്മെ ഇനിയും നടത്താൻ ശക്തനാണ്. കാലങ്ങൾ മാറിയാലും, പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്തെല്ലാം, ഈ ലോകത്തിൽ എന്തെല്ലാം പ്രതിഭാസങ്ങൾ അതേ സംഭവിച്ചാലും, നമ്മുടെ ദൈവം നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. നമ്മെ പരിപാലിക്കേണ്ട, നമ്മെ നടത്തേണ്ട, നമ്മുടെ ജീവിതത്തെ ദൈവനാമ മഹത്വത്തിന് ആക്കി തീർക്കേണ്ട ആ ഉത്തരവാദിത്വം നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിലാണ്. ആ ദൈവം നമുക്ക് വേണ്ടി അത് ചെയ്യും. ചെയ്യുവാൻ കൊണ്ട് ദൈവം ശക്തനാണ് എന്ന് ഈ രാത്രിയിൽ മനസ്സിലാക്കുക. മറിയോട് പറയാണ്, കർത്താവ് മാർത്തയോട് പറയാണ്, നിന്റെ സഹോദരൻ ജീവിച്ചിരിക്കും. അപ്പോൾ അവസാനം കർത്താവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ ഞാനത് വിശ്വസിക്കുന്നു, എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ ഓടി ചെന്ന് അവളുടെ സഹോദരിയായിരിക്കുന്ന മറിയെ സ്വകാര്യമായിട്ട് വിളിക്കുകയാണ്. മറിയ വളരെ ദുഃഖിതയായി ഇരിക്കുന്നു. നാം അവിടെ കാണുന്ന പശ്ചാത്തലം, മറിയെ സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് പറയാണ്, ഗുരു വന്നിട്ടുണ്ട്, കർത്താവ് വന്നിട്ടുണ്ട്, കർത്താവ് ഒരിക്കലും വരികയില്ല, കർത്താവ് ഞങ്ങളെ കൈവിട്ടു, ദൈവം ഞങ്ങളെ മറന്നു കളഞ്ഞു, ഇനി ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്ന ചിന്തയിൽ വളരെ കലങ്ങിയ ഹൃദയമായി, വിറങ്ങലിച്ച മനസ്സുമായി, ഒരു വളരെ നിസ്സഹായ അവസ്ഥയിൽ കഴിയുമ്പോൾ ആർക്കും ചെയ്യാൻ സാധിക്കത്തില്ല, അവരെ ആശ്വസിപ്പിക്കാൻ അവർക്കും സാധിക്കത്തില്ല. എല്ലാവരും അവരോട് കൂടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗുരു വന്നിട്ടുണ്ടെന്നുള്ള വർത്തമാനം കേട്ട് അവൾ ഉടനെ എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 29-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 11:29. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവന്റെ അടുക്കൽ വന്നു. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്തു തന്നെയായിരുന്നു. ദൈവത്തിന്റെ അത്ഭുതം ലഭിക്കണമെങ്കിൽ, ദൈവിക വിടുതൽ ലഭിക്കണമെങ്കിൽ, നമ്മുടെ പശ്ചാത്തലം വിട്ട് നാം എഴുന്നേറ്റ് യേശു എവിടെ നിൽക്കുന്നു അവിടെ വരാൻ ഈ രാത്രിയിൽ തയ്യാറാകണം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ചിന്തയാണ് യേശു വരട്ടെ. പക്ഷെങ്കിൽ ഗുരു വന്നിട്ടുണ്ട്. യേശു ആ ഗ്രാമത്തിൽ കിടക്കുന്നില്ല. യേശുവിന്റെ ലക്ഷ്യം ലാസറിനെ ഉയർപ്പിക്കണം, ലാസറിന്റെ ഭവനത്തില് ഒരു അത്ഭുതം ചെയ്യണം ദൈവനാമ മഹത്വത്തിനായിട്ട്. എന്നിട്ട് പോലും യേശു ആ ഗ്രാമത്തിൽ കടക്കാതെ യേശു അവിടെ നിൽക്കുകയായിരുന്നു. നമ്മുടെ പശ്ചാത്തലം വിടുവാൻ തയ്യാറായാൽ യേശു നമ്മുടെ അടുക്കലേക്ക് വരുവാനിടയായിത്തീരും. നമ്മുടെ ജീവിതത്തിലെ ചില ചിന്തകളെ നമ്മൾ അവസാനിപ്പിക്കുവാൻ തയ്യാറായാൽ യേശു നമ്മുടെ അടുക്കലേക്ക് വരുവാനിടയായിത്തീരും.
പലരുടെയും ജീവിതത്തിൽ ഇന്ന് ദൈവപ്രവൃത്തികൾ വേണ്ട നിലയിൽ നടക്കാതിരിക്കുന്നതിന്റെ ഏക കാരണം പലരും അവരുടെ പശ്ചാത്തലങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അവരുടെ വിശ്വാസത്തിൽ അവർ ഒതുങ്ങി നിൽക്കുകയാണ്. അവരുടെ ചുറ്റുപാടുകൾ അവർ ഒതുങ്ങി നിൽക്കുകയാണ്. അവരുടെ പശ്ചാത്തലങ്ങളിൽ ഇരുന്നു കൊണ്ട്, ചുറ്റുപാടുകളിൽ ഇരുന്നു കൊണ്ട്, ആ സ്വാധീന വലയത്തിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ചെയ്ത് കിട്ടണം എന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് കർത്താവിന് ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ മനസ്സിലാക്കണം, നാം ത്യജിക്കാൻ തയ്യാറായാൽ കർത്താവ് നമ്മുടെ അടുക്കലേക്ക് വരുവാൻ തയ്യാറാകും. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെയായിരുന്നു. മറിയ എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരയാൻ പോകുന്നു എന്നവർ വിചാരിച്ചു. പല ചിന്തകളുമായി, പല വിചാരങ്ങളുമായി നമ്മെ ചുറ്റിപ്പറ്റി നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മുടെ ഗുണത്തിനായിട്ടല്ല, നമ്മുടെ ദോഷത്തിനായിട്ടാണ് അവർ ആയിരിക്കുന്ന കാര്യം നാം മറന്നുപോകല്ല. പലപ്പോഴും നാം സാഹചര്യങ്ങളെ, പശ്ചാത്തലങ്ങളെ മനസ്സിലാക്കുവാൻ, അതിനെ വിവേചിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. അവര് എത്രയോ ദിവസങ്ങളായി മാർത്തയുടെ വീട്ടിലുണ്ട്, മറിയയുടെ വീട്ടിലുണ്ട്. ലാസർ ദീനമായി കിടന്നപ്പോൾ വന്ന ആൾക്കാരാണ്. മരിച്ചു കഴിഞ്ഞു വന്ന ആൾക്കാർ, മരിച്ചപ്പോൾ വന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ അവർ ചില വിചാരങ്ങളുമായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ കാണുന്ന ഇങ്ങനെയാണ്. 32-ാമത്തെ വാക്യം, യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി. അവനെ കണ്ടിട്ട് അവനെ കാൽക്കൽ വീണു. കർത്താവേ, ഇവിടെ നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇത് തന്നെയാണ് അവളുടെ ജ്യേഷ്ഠ സഹോദരിയും പറഞ്ഞത്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. കർത്താവിൻ്റെ കാൽക്കൽ വീണ് കർത്താവിനോട് പറയാണ്, എല്ലാം മറന്ന് അവളെ ഈ പ്രതികൂല സാഹചര്യത്തിൽ നാട്ടം വെച്ചിരിക്കുന്ന അവസ്ഥയിലും അവരെ കൈവിടാത്ത ദൈവം അവരെ അടുക്കൽ എത്തിയിരിക്കുന്നുള്ള ആ സന്തോഷത്താൽ അവൾ യേശുവിന്റെ കാൽക്കൽ വീണ് യേശുവിനോട് പറയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് യേശു ഉള്ളൊന്ന് കലങ്ങി. പല വ്യാഖ്യാനങ്ങളാണ് പല വേദപഠിതാക്കളും ഈ ഭാഗത്ത് ഈ വാക്യത്തിന് കൊടുത്തിരിക്കുന്നത്. യേശു അവരുടെ അവിശ്വാസം കണ്ട് കരഞ്ഞു, അല്ലെങ്കിൽ യേശുവിനെ അവർ സംശയിച്ചതുകൊണ്ട് യേശു കരഞ്ഞു എന്നുള്ളത് ആണ് പലരും പറയുന്നത്. പക്ഷെ ഞാൻ ഈ ഒരു രാത്രിയിൽ അതിനകത്തിലെ ഭാവവ്യത്യാസം അല്ലെങ്കിൽ അതിനെ ഞാൻ മറ്റൊരർത്ഥത്തിൽ വിവേചിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നാം ഒരു കാര്യം മനസ്സിലാക്കണം, യേശു നമ്മുടെ അവസ്ഥ കണ്ട് നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നവനാണ് നമ്മുടെ കർത്താവ്. കർത്താവ് കരയാണ്. യേശു ഉള്ളൊന്ന് കലങ്ങി. മാനവരാശിയുടെ പാപത്തിനു വേണ്ടി ഗെത്സമനയിൽ ഉള്ളൊന്ന് കലങ്ങിയ നമ്മുടെ കർത്താവിനെ കാണുന്നുണ്ട്. പക്ഷെ അതിന് എത്രയോ നാളുകൾക്ക് മുമ്പ് ലാസറിന്റെ ഭവനത്തിലും യേശു ഉള്ളൊന്ന് കലങ്ങി. നമ്മുടെ കൂടെ ദുഃഖിക്കുന്നവൻ, നമ്മുടെ കൂടെ കരയുന്നവൻ, നമ്മുടെ സന്തോഷത്തിൽ പങ്കാളിയായിത്തീരുന്ന കർത്താവ് ഉള്ളൊന്ന് കലങ്ങി. അവനെ വെച്ചത് എവിടെ? അവർ കാണിച്ചു കൊടുക്കുകയാണ്. അവനെ വെച്ചത് എവിടെയാണെന്ന് യേശു ചോദിക്കുന്നു. അവിടെ നാം വായിക്കുന്ന യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ കണ്ടു അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു. യഹൂദന്മാരെ സമ്മതിക്കുകയാണ്, അതേ യേശു അതേ മനഃപൂർവ്വം വരാതിരുന്നതല്ല. എത്ര കരുതുള്ള യേശുവാണ്. ലാസറിനെയും അവന്റെ കുടുംബത്തെയും മറക്കാത്ത യേശു. കണ്ടോ, യേശു കരയുന്നത് കണ്ടിട്ട് യഹൂദന്മാർ പറയാണ്, അവൻ എത്ര പ്രിയമുണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മെ കരുതുവാൻ നമ്മുടെ പ്രിയനായ കർത്താവ് എത്ര ഉന്നതനാണെന്നുള്ള തിരിച്ചറിവ് യഹൂദന്മാർക്കുണ്ടാകുവാനിടയായി തീർന്നു. പലപ്പോഴും നാം പുറമെയാണ് പലതും മനസ്സിലാക്കിയിരിക്കുന്നത്. പലപ്പോഴും പുറമെയുള്ള കാര്യങ്ങളെയാണ് നാം വിലയിരുത്തുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുകയെ അറിയുന്നവനായ ഒരു കർത്താവാണ് നമ്മളെ രക്ഷകൻ എന്ന കാര്യം ഈ രാത്രിയിൽ മറന്നു പോകില്ല ദൈവമക്കളെ. കർത്താവ് ഉള്ളൊന്ന് കലങ്ങി. യേശു കരഞ്ഞു. അവർ പറയാണ്, കണ്ടോ, അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് കഠിനഹൃദയരായ ചിലർ, കുരുടന്റെ കണ്ണ് തുറന്ന ഈ യേശുവിന് ഈ പ്രിയ സഹോദരൻ മരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ആ മരണത്തെ തടയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന ചില
സംശയാലുക്കൾ അവിടെ ഉണ്ടായിരുന്നു. നാം യേശുവിനെ അറിയേണ്ടതുപോലെ ഈ രാത്രിയിൽ അറിയണം. സകലത്തിനും മതിയായ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ രോഗമായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, വേദനയായിക്കോട്ടെ, കഷ്ടനഷ്ടങ്ങളായിക്കോട്ടെ, പകർച്ചവ്യാധികളായിക്കോട്ടെ, പക്ഷെ അതിൻ്റെ നടുവിലും നമ്മോട് കൂടെ ഇതെല്ലാം സഹിക്കുന്നവൻ, നമ്മെ അറിയുന്നവൻ, നാം നേരിടുന്ന പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയവനായിരിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ രക്ഷകൻ. ആ രക്ഷകന്റെ മുമ്പിൽ ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് സമർപ്പിക്കാം. പ്രിയ ദൈവമക്കളെ, ഒരു വലിയ ഗുഹയായിരുന്നു. യേശു ഉള്ളെന്ന് കല്ലറയ്ക്കലെത്തി. അതൊരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. യേശു കല്ല് നീക്കുമെന്ന് പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി. കർത്താവ് ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോഴും അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയിപ്പിക്കുന്നത് സാത്താന്റെ പ്രവർത്തനമാണ്. അസാധ്യങ്ങളെ കുറിച്ച് പറയിപ്പിക്കുക, നിരാശപ്പെടുന്ന അനുഭവം. 12 പേർ ദേശം ഒറ്റുനോക്കാൻ പോയി. 2 പേർ അത് സാധിക്കുമെന്ന് ആണയിട്ട് പറയുമ്പോഴും അനാക്യമല്ലന്മാരൊന്നുമില്ല, അതിനേക്കാൾ ശക്തനായ ഒരുവനാണ് നമ്മുടെ കൂടെ എന്ന് യോശുവായും കാലേബും പറയുമ്പോഴും കർത്താവ് ഇല്ല, ദൈവം നമ്മോട് കൂടെ ഇല്ല, ദൈവത്തിന് കഴിയുകയില്ല എന്ന നിരാശയുടെ വാക്കുകൾ പറയുന്ന ആ 10 പേരെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ രാത്രിയിൽ നമ്മളെ അറിയുന്ന കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. കർത്താവ് ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്ന് കല്ല് ഉരുട്ടി മാറ്റാൻ പറഞ്ഞു. ജീവിതത്തിൽ നാം ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്തതിനെ നാം ആയിട്ട് പരിഹരിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിനെല്ലാം സാധിക്കും. കല്ലുരുട്ടി മാറ്റിയ പശ്ചാത്തലം തിരുവനന്തപുരത്തിൽ കാണുന്നുണ്ട്. ബലഹീനരായിരിക്കുന്ന 2 സ്ത്രീകൾ കർത്താവിന്റെ കല്ലറയ്ക്കൽ മന്ദിരക്കാരത്തി മറിയ അതേ ഒക്കെ ചെല്ലുന്ന സന്ദർഭത്തിൽ ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും എന്ന ചിന്തയുടെ കല്ലറയിലേക്ക് ചെല്ലുമ്പോൾ കല്ല് ഉരുണ്ടു മാറിയതായി നാം കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ കർത്താവ് പറയാണ് കല്ലുരുട്ടി മാറ്റുവാൻ. നമുക്കറിയാം ആ പശ്ചാത്തലങ്ങൾ. യേശു മേലോട്ട് നോക്കി പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചിരിക്കുന്നെന്ന് ഈ ചുറ്റി നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു, ലാസറേ പുറത്തു വരിക. അത്ഭുതങ്ങളുടെ ദൈവമായ കർത്താവിന് എല്ലാം സാധിക്കുമായിരുന്നു. തന്നെ പിതാവ് അയച്ചിരിക്കുന്നെന്ന് അവിടെ കൂടിയിരിക്കുന്ന പുരുഷാരം അറിയണം. അതിനുവേണ്ടിയാണ് യേശു പറയുന്നത്, ലാസറേ പുറത്തു വരിക. ലാസറിന്റെ മരണത്തിലൂടെ നടന്ന പ്രവർത്തികൾ, 1, ദൈവപുത്രൻ മഹത്വപ്പെടുവാനിടയായി തീർന്നു. 2, ദൈവത്തിന്റെ നാമം എല്ലായിടങ്ങളിലും സ്പ്രെഡായി, എല്ലായിടങ്ങളിലും ദൈവത്തിന്റെ നാമം ചെന്നു. 3, തൻ്റെ ശിഷ്യന്മാർ കർത്താവിൽ വിശ്വസിപ്പാനിടയായി തീർന്നു. 4, കർത്താവ് തന്നെയാണ് പുനരുത്ഥാനവും ജീവനും നൽകുന്നവൻ എന്ന് മനസ്സിലാക്കുവാനിടയായി തീർന്നു. 5, തന്നിൽ വിശ്വസിക്കുന്നവൻ എത്ര മരിച്ചവനായാലും, എത്ര പഴകിയവനായാലും, എത്ര കെട്ടുപോയവനായാലും അവനെ ഉയർപ്പിക്കാൻ യേശുവിന് കഴിയും എന്ന് അറിയേണ്ടതിന് വേണ്ടിയായിരുന്നു. 6, തന്നെ പിതാവ് അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കണം. അതിനായിട്ടാണ് യേശു പറയുന്നത്, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ രാത്രിയിൽ ദൈവം നമ്മെ ഒരു മേഖലയിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ, നാം ദൈവത്തിൻ്റെ സഭയുടെ ഭാഗത്ത് നിൽക്കുന്നെങ്കിൽ, ഒരുപക്ഷെങ്കിൽ നാം എണ്ണത്തിൽ കുറഞ്ഞവരായിരിക്കാം, ഒരുപക്ഷെങ്കിൽ നമ്മുടെ ഭവനത്തിൽ നാം ഒറ്റയ്ക്കായിരിക്കാം, ഒരുപക്ഷെങ്കിൽ ആ ഒരു പ്രദേശത്ത് നിന്ന് നമ്മുടെ കുടുംബം മാത്രമേ കാണുകയുള്ളൂ. എന്നിരുന്നാലും നാമേ ദൈവമാണ് ആക്കിയിരിക്കുന്നത്. നാം ദൈവത്തെയാണ് ഉയർത്തേണ്ടത്. ഞാൻ ദൈവത്തിൻ്റെ ഒരു പൈതലാണ്, ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തേണ്ട സമയമാണ് നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുന്നത്. ഈ ലാസറിന്റെ മരണത്തിലൂടെ കർത്താവ് ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എത്രയോ അത്ഭുതങ്ങൾ ചെയ്ത കർത്താവ്, മരിച്ചു നാറ്റം വെച്ചിരുന്ന ലാസറിനെ പുറത്തു വരുത്തുവാൻ കർത്താവിന് കഴിഞ്ഞു. നമ്മുടെ വിഷയങ്ങൾ എത്ര പഴകിയതായിക്കോട്ടെ, എത്ര ചീഞ്ഞു നാറുന്ന പ്രതിസന്ധികളുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ നാം ആയിക്കോട്ടെ,
നമ്മെ കുറ്റവിമുക്തനാക്കുവാൻ, നമ്മെ ശുദ്ധീകരിക്കുവാൻ, നമ്മുടെ അതേ ചീഞ്ഞു നാറുന്ന എല്ലാ അവസ്ഥകളെയും മാറ്റി ഒരു സുഗന്ധം പരത്തുന്ന ഒരു നല്ല പര്യവസാനം നമ്മുടെ ജീവിതത്തിലേക്ക് തരുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. കർത്താവ് ലാസറിന്റെ കല്ലറയ്ക്കൽ വന്നു. ലാസറിനോട് കർത്താവ് പറയാണ്, അവന്റെ കെട്ടഴിപ്പിന് അവൻ പോകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അവന്റെ കയ്യും കാലും ശീല കൊണ്ട് മൂടിയിരുന്നു. കെട്ടഴിക്കാൻ പറയാണ്. നമ്മുടെ കെട്ടുകൾ, നാം കെട്ടിയ കെട്ടുകളെ നാം അഴിക്കണം. എല്ലാ നുഖത്തെയും തകർക്കുക, എല്ലാ കെട്ടുകളെയും അഴിക്കുക. ഇതല്ലോ എനിക്കിഷ്ടമുള്ള ഉപവാസം. കർത്താവിനെതിരായി നമ്മളായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന, നമ്മളായിട്ട് എടുത്ത ലംഘിച്ചിരിക്കുന്ന, നമ്മളായി ഉണ്ടാക്കിയിരിക്കുന്ന കെട്ടുകൾ നാം തന്നെ അഴിക്കണം. എങ്കിലും ദൈവത്തിന് പ്രവർത്തിപ്പാൻ സാധിക്കത്തുള്ളൂ. ഏറ്റുപറച്ചിൽ, മാനസാന്തരം, നാം ഏതിനൊക്കെ തടസ്സമായി നിന്നു അതെല്ലാം കെട്ടുകൾ പൊട്ടട്ടെ എന്ന് യേശുവിന് പറഞ്ഞാൽ മതി. ലാസർ പുറത്തു വരികയാണ്, ജീവനുള്ളവനാണ്. പക്ഷെ അവനെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ അഴിയണം. അവൻ പോകട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഗമനാഗമനങ്ങളെ ഇനിയും മുന്നോട്ട് നയിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഈ 2022 അവസാനത്തിലേക്ക് നാം എത്തുമ്പോൾ 2013 അവൻ പോകട്ടെ, അവനെ അഴിപ്പിൻ, അവൻ പോകട്ടെ, അവൻ ചെയ്യട്ടെ, അവനെ സ്വതന്ത്രനാക്കുവിൻ, അവൻ പുറത്തു വരുന്നതിന് എല്ലാ തടസ്സങ്ങളെയും മാറ്റുവിൻ എന്ന് കർത്താവ് പറയുന്ന ഒരു സമയം നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുകയാണ്. ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ താഴ്ത്താം. നമ്മുടെ കുറവുകളെ ഏറ്റുപറയാം, നമ്മുടെ ബലഹീനതകളെ ഏറ്റുപറയാം. നമ്മുടെ കർത്താവിൻ്റെ ആ വലിയ അത്ഭുതം, ലാസറിനെ ഉയർപ്പിച്ച ദൈവനാമ മഹത്വത്തിനായിരുന്നു. ഏതൊക്കെ നിലകളിലാണ് ദൈവത്തിൻ്റെ നാമോടെ മഹത്വം എടുത്ത് എന്ന് നമുക്ക് കേൾപ്പാനിടയായി തീർന്നു. ഈ രാത്രി നമ്മെ തന്നെ താഴ്ത്താം. ഈ തിരുവചന ഭേദഭാഗങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇന്നത്തെ വെസ്പർ സർവീസിൻ്റെ അവസാനമായി പാട്ടുപുസ്തകത്തിലെ 1288 പാട്ട് വേണം. 1288. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ.
പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, ശാന്തമായ രാത്രിക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. അവിടുത്തെ മക്കളാന്ന് ഞങ്ങൾക്കൊരിക്കൽ കൂടി ഈ രാത്രിയിൽ തിരുസലേക്ക് അടുക്കുവാൻ ശബ്ദത്തിന്റെ പ്രാരംഭ മണിക്കൂറുകളിൽ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ബലഹീനതകൾ, ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ വീഴ്ചകൾ ഒക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. പലപ്പോഴും ഞങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ അങ്ങില്ല എന്ന് തോന്നിയാലും അവിടെ ഞങ്ങളെ കൈവിടാത്ത ദൈവമാണ്. ഞങ്ങളുടെ പ്രതീക്ഷകളും ഞങ്ങളുടെ പരിശ്രമങ്ങളും അസ്ഥാനത്തെത്തി എന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം. വചനം കേട്ട എല്ലാ മക്കളെയും ഇവിടുന്ന് അനുഗ്രഹിക്കണം. ഈ രാത്രി അടിയങ്ങളെ ഇത്രത്തോളം സഹായിച്ച് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. ആഗോളതലത്തിലുള്ള ദൈവത്തിൻ്റെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. സഭയുടെ നേതാക്കന്മാർക്കായി സ്തോത്രം. സഭയിലെ ശുശ്രൂഷ ഗണത്തിനായി സ്തോത്രം. വിശ്വാസ സമൂഹത്തിനായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങൾക്ക് നല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകുവാൻ ദൈവം പ്രവർത്തിക്കണം. തലമുറകളില്ലാത്തവർക്ക് തലമുറകളെ കൊടുക്കണം. കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരുടെ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ പരിഹരിച്ചു കൊടുക്കണമേ കർത്താവേ. വിദേശ രാജ്യങ്ങളായിരിക്കണം മക്കൾ, അവരവിടെ ജോലിയിൽ സമാധാനത്തിലായിരിക്കാൻ അവരെ സഹായിക്കണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് മാനസാന്തര അനുഭവം കൊടുക്കണം. കർത്താവേ, സഭയുടെ മുമ്പിലുള്ള എല്ലാ വെല്ലുവിളികളെയും ഇവിടുന്ന് പരിഹരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഒരിക്കൽ കൂടി അവിടുത്തെ കരങ്ങളെ താഴ്ത്തുന്നു. ഞങ്ങളുടെ രാജ്യത്തിന് അതിർത്തി നിൽക്കുന്ന കാവൽപ്പടന്മാർ, അവർ കർത്താവിൻ്റെ കൃപയിൽ സമാധാനത്തോടെ ഇരിപ്പാൻ, സുരക്ഷിതരായിരിക്കാൻ കൃപ ചെയ്യണം. ഒടുവിൽ അവിടുന്ന് മേഘാരൂഢനായി അവിടുത്തെ വിശുദ്ധന്മാരെ ചേർക്കാൻ ആകാശമേഘങ്ങളിൽ കോടാനുകൂടി ദൂതന്മാരുമായി എഴുന്നള്ളി വരുമ്പോൾ അവിടുന്ന് ഒരുക്കുന്നതായ നിത്യരാജ്യത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഞങ്ങളാൽ ആദായപ്പെടുന്ന എല്ലാവരും കാണാൻ ഇടയാക്കണമെന്ന് അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാകണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകി തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും അടികളെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തര സംസർഗം, കൂട്ടായ്മ, കാവലും സൂക്ഷിപ്പും പ്രിയകർത്താവ് വെടികളോടും അടികൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. ഒരിക്കൽ കൂടി എല്ലാ ദൈവമക്കൾക്ക് സ്നേഹവന്ദനം. ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.